ടാലന്റ് ഓൺലൈൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മാർച്ച് 2-3 തീയതികളിലെ ആനുകാലിക വിഷയങ്ങളാണ്. വരൂ ക്ലാസ്സിലേക്ക് കടക്കാം. ഇനി വരുന്ന 10th ലെവൽ പ്രിലിംസ് എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് മികച്ച രീതിയിൽ പരിശീലിക്കുവാൻ ടാലന്റിന്റെ റെക്കോർഡ് കോഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് 200-ലധികം മണിക്കൂറുകൾ വരുന്ന ക്ലാസ്സുകളാണ് ലഭ്യമാവുന്നത്. ടോപ്പിക് വൈസ് ഫുൾ മോക്ക് ടെസ്റ്റും അതേപോലെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളും എല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല 200-ലധികം വരുന്ന സ്റ്റഡി മെറ്റീരിയൽസും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫുൾ ടൈം മെമ്പർ സപ്പോർട്ടും നിങ്ങൾക്ക് ഇതിലൂടെ കിട്ടുന്നതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ തന്നിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് മാർച്ച് 3-ന്റെ പ്രത്യേകതയാണ്. അപ്പോൾ മാർച്ച് 3 നമ്മൾ എല്ലാ വർഷവും ലോക വന്യജീവി ദിനമായിട്ടാണ് ആചരിക്കുന്നത്. എന്താണ് മാർച്ച് 3-ന്റെ പ്രത്യേകത? എന്താണ്? ലോക വന്യജീവി ദിനമാണ്. ഇനി എന്തുകൊണ്ടാണ് എല്ലാ വർഷവും മാർച്ച് 3 ലോക വന്യജീവി ദിനമായിട്ട് ആചരിക്കുന്നത്? വന്യജീവികളുടെയും അതേപോലെ സസ്യവ്യവസ്ഥയുടെയും എല്ലാം എന്താണ് അവരുടെ ആവാസ വ്യവസ്ഥയുടെയും എല്ലാം സംരക്ഷണത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാ വർഷവും എന്താണ് മാർച്ച് 3 ലോക വന്യജീവി ദിനമായിട്ട് ആചരിക്കുന്നത്. ഇനി 2026 മാർച്ച് 3 ലോക വന്യജീവി ദിനത്തിന്റെ പ്രമേയം എന്താണെന്ന് കൂടി നമുക്ക് പഠിച്ചു വെക്കണം. അപ്പോൾ ഓർത്ത് വെക്കുക, എന്താണ് പ്രമേയം? മെഡിസിനൽ ആൻഡ് ആരോമാറ്റിക് പ്ലാന്റ്സ് കൺസർവിംഗ് ഹെൽത്ത് ഹെറിറ്റേജ് ആൻഡ് ലൈവ്ലിഹുഡ്സ് എന്നുള്ളതാണ് എന്താണ് 2026 ഈ ഒരു ദിനത്തിന്റെ പ്രമേയം. അപ്പോൾ പ്രമേയം നോട്ട് ചെയ്ത് വെക്കുക. എന്താണ്? മെഡിസിനൽ ആൻഡ് ആരോമാറ്റിക് പ്ലാന്റ്സ് കൺസർവിംഗ് ഹെൽത്ത് ഹെറിറ്റേജ് ആൻഡ് ലൈവ്ലിഹുഡ്സ് എന്നുള്ളതാണ് 2026 മാർച്ച് 3 ലോക വന്യജീവി ദിനത്തിന്റെ പ്രമേയമായിട്ട് വരുന്നത്. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. കേരള സംസ്ഥാന പോലീസ് മേധാവി ആരെന്നാണ്. അപ്പോൾ നമുക്കറിയാവുന്നതാണ് ആരാണ്? റവാഡ ചന്ദ്രശേഖർ ആണ്. ആരാണ്? റവാഡ ചന്ദ്രശേഖർ ആണ് നമ്മുടെ കേരള സംസ്ഥാന പോലീസ് മേധാവി ആയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ കാലാവധി ഒരു വർഷത്തേക്ക് കൂടി നീട്ടിയിരിക്കുകയാണ്. 2026 ജൂൺ 30 അദ്ദേഹത്തിന്റെ കാലാവധി അവസാനിക്കേണ്ടതായിരുന്നു. എന്നാൽ എന്താണ് DGP സ്ഥാനത്തുള്ള ഈ ഒരു കാലാവധി എന്താണ് ഒരു വർഷത്തേക്ക് കൂടി നീട്ടാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ 2027 ജൂൺ 30 വരെയാണ് അദ്ദേഹത്തിന്റെ നീട്ടിയ കാലാവധി. അതായത് കാലാവധി അവസാനിക്കുന്നത് എപ്പോഴാണെന്ന് ഓർത്ത് വെക്കുക, 2027 ജൂൺ 30. അപ്പോൾ ആരെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്? കേരള സംസ്ഥാന പോലീസ് മേധാവിയെ കുറിച്ചാണ്. ആരാണെന്ന് ഓർത്ത് വെക്കുക, റവാഡ ചന്ദ്രശേഖർ ആണ്. അദ്ദേഹത്തിന്റെ കാലാവധി ഒരു വർഷത്തേക്ക് കൂടി നീട്ടിയിരിക്കുകയാണ്. 2027 ജൂൺ 30 വരെയാണ് കാലാവധി. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച കനേഡിയൻ പ്രധാനമന്ത്രി ആരെന്നാണ്? ഓർത്ത് വെക്കാം, മാർക്ക് കാർണി ആണ്. ആരാണ്? മാർക്ക് കാർണി ആണെന്നാണ്. അടുത്തിടെ അദ്ദേഹം എന്താണ് ഇന്ത്യ സന്ദർശിക്കുകയുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഇത്തരത്തിൽ സന്ദർശനം നടത്തിയ കനേഡിയൻ പ്രധാനമന്ത്രി ആരാണ്? മാർക്ക് കാർണി എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അപ്പോൾ ഇതിനു മുമ്പ് കുറച്ച് നാളുകളായിട്ട് കാനഡക്കും അതേപോലെ ഇന്ത്യക്കും ഇടയിലുണ്ടായിരുന്ന പ്രതിസന്ധികളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം മറികടന്നുകൊണ്ട് എന്താണ് ബന്ധമൊക്കെ പുനഃസ്ഥാപിക്കുന്നതിനും അതേപോലെ വ്യാപാര ബന്ധം ഇരട്ടിയാക്കുന്നതിനും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ഒരു സന്ദർശനം. അപ്പോൾ ഓർത്ത് വെക്കുക, അടുത്തിടെ ഏത് കനേഡിയൻ പ്രധാനമന്ത്രിയാണ് ഇന്ത്യ സന്ദർശിച്ചത്? അത് മാർക്ക് കാർണിയാണ്. കേരള PSCയിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് SCERT സിലബസ്. അപ്പോൾ ഈ ഒരു സിലബസ് പഠിച്ചു തീർക്കാൻ വേണ്ടിയിട്ടുള്ള അറിവിടം ബുക്കുകൾ നിങ്ങൾക്ക് വളരെ പ്രയോജനകരമായിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇതിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നല്ലപോലെ പഠിച്ചോ? അത് എത്രത്തോളം പഠിച്ചിട്ടുണ്ട്, മനസ്സിൽ ഉറപ്പ് വരുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കുവാൻ വേണ്ടിയിട്ട് ടാലന്റ് അക്കാദമി അറിവിടം SCERT സോഷ്യൽ സയൻസിൻ്റെ പ്രാക്ടീസ് ബുക്ക് ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബുക്കിൽ 5 തൊട്ട് 10 വരെയുള്ള ക്ലാസ്സുകളിലെ സോഷ്യൽ സയൻസ് പാഠഭാഗങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എക്കണോമിക്സ്, അതേപോലെ ഹിസ്റ്ററി, ജോഗ്രഫി, ഭരണഘടന, പൗരധർമ്മം തുടങ്ങിയ ഭാഗങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ബുക്ക് ഉടൻ തന്നെ വാങ്ങിക്കുക, നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് SCERT പാഠഭാഗങ്ങൾ കുറച്ചുകൂടി മനസ്സിൽ ഉറപ്പിക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഈ ഒരു ബുക്കുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്യുക. അടുത്തത് നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. നീതി ആയോഗിന് കീഴിലുള്ള അടൽ ഇന്നോവേഷൻ മിഷൻ ഇന്ത്യയുടെ ആദ്യ സംസ്ഥാന ഇന്നോവേഷൻ മിഷൻ ആരംഭിച്ചത് ഏത് സംസ്ഥാനത്തു നിന്നാണ്? ഓർത്തു വെക്കുക, ത്രിപുരയിലാണ് കേട്ടോ. ത്രിപുരയിലാണ് എന്താണ് ഇന്നോവേഷൻ, അതായത് സംസ്ഥാന ഇന്നോവേഷൻ സ്റ്റേറ്റ് ഇന്നോവേഷൻ മിഷൻ കീഴിൽ ആദ്യമായിട്ട് ഈ ഒരു പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് എവിടെയാണ്? ത്രിപുരയിലാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. ഇനി എന്താണ് നീതി ആയോഗിന് കീഴിലുള്ളതാണ് എന്താണ് അടൽ ഇന്നോവേഷൻ മിഷൻ എന്നുള്ള അടൽ ഇന്നോവേഷൻ ഇന്ത്യ എന്നുള്ള ഈ ഒരു മിഷൻ. ഓക്കെ, അപ്പോൾ ഇതിന് കീഴിൽ എന്താണ് ഈ ഒരു സ്റ്റേറ്റ് ഇന്നോവേഷൻ മിഷൻ ആരംഭിച്ചിരിക്കുന്നത് എവിടെയാണ്? ത്രിപുരയിലാണ് എന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ഇനി ത്രിപുരയുടെ മുഖ്യമന്ത്രി ആരാണെന്ന് നമുക്കറിയാവുന്നതാണ്, മണിക് സാഹയാണ്. ആരാണ്? മണിക് സാഹയാണ് ത്രിപുരയുടെ മുഖ്യമന്ത്രി. ഇനി നമ്മൾ നീതി ആയോഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നീതി ആയോഗിന്റെ എന്താണ് വൈസ് ചെയർമാൻ ആരാണ്? അത് സുമൻ ബെറിയാണ് കേട്ടോ. സുമൻ ബെറിയാണ് എന്താണ് നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ. അതേപോലെ അടുത്തിടെ നമ്മളൊരു അപ്പോയിൻമെന്റ് നീതി ആയോഗുമായി ബന്ധപ്പെട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് നീതി ആയോഗിന്റെ CEO ആയിട്ടുണ്ടായിരുന്ന എന്താണ് BVR സുബ്രഹ്മണ്യം. അദ്ദേഹത്തിന്റെ കാലാവധി അവസാനിച്ചതിന് ശേഷം ഇപ്പോഴൊരു ഇൻട്രീം CEO ആയിട്ട് അപ്പോയിൻമെന്റ് ആയിരിക്കുന്നത് ആരാണ്? അത് നിധി ചിബ്ബറാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. ഇനി നീതി ആയോഗിന്റെ ചെയർമാൻ എപ്പോഴും പ്രധാനമന്ത്രി ആയിരിക്കും. ഇപ്പോൾ നിലവിലെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയാണ് നിലവിലെ നീതി ആയോഗിന്റെ ചെയർമാൻ എന്നുള്ള കാര്യം
കാര്യം കൂടി നോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ്. നീതി ആയോഗിന് കീഴിലുള്ള അടൽ ഇന്നോവേഷൻ മിഷൻ ഇന്ത്യയുടെ ആദ്യത്തെ സംസ്ഥാന ഇന്നോവേഷൻ മിഷൻ, അതായത് സ്റ്റേറ്റ് ഇന്നോവേഷൻ മിഷൻ ആരംഭിച്ചത് എവിടെയാണ്? ത്രിപുരയിലാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്യാം. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. അടുത്തിടെ വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ പ്രസിഡന്റ് സ്ഥാനവും അതേപോലെ CEO സ്ഥാനവും രാജിവെച്ചത് ആരെന്നാണ്? ഓർത്തു വെക്കുക, ബോർജ് ബ്രെൻഡയാണ്. ആരാണ്? ബോർജ് ബ്രെൻഡയാണ് ഈ ഒരു അദ്ദേഹത്തിന്റെ സ്ഥാനം, അതായത് അദ്ദേഹം ഏത് സ്ഥാനത്തുണ്ടായിരുന്നതാണ്? വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു, അതേപോലെ CEO സ്ഥാനവും വഹിച്ചിരുന്ന വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം എന്താണ്? ഈ ഒരു സ്ഥാനങ്ങൾ അദ്ദേഹം രാജിവെച്ചിരിക്കുകയാണ്. ആ വ്യക്തി ആരാണെന്ന് ഓർത്തു വെക്കുക, എന്താണ്? ബോർജ് ബ്രെൻഡയാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. ഇനി വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ മീറ്റിംഗ് എപ്പോഴും നടക്കുന്നത് എവിടെയാണ്? നമുക്കറിയാം, ദാവോസിൽ വെച്ചിട്ടാണ് ഈ ഒരു എന്താണ് യൂണിറ്റിന്റെ അല്ലെങ്കിൽ ഈ ഒരു സംഘടനയുടെ മീറ്റിംഗ് എപ്പോഴും വാർഷികമായിട്ട് നടക്കുന്നത്. ഇനി ഒരു റിപ്പോർട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് സാപ്പിയൻ ലാബ്സ് ആണ്. എന്താണ്? സാപ്പിയൻ ലാബ്സ് എന്നുള്ള ഒരു സംഘടനയാണ് റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. എന്ത് റിപ്പോർട്ടാണ്? ഗ്ലോബൽ മൈൻഡ് ഹെൽത്ത് റിപ്പോർട്ടാണ്. 2025 എന്താണ്? ഗ്ലോബൽ മൈൻഡ് ഹെൽത്ത് റിപ്പോർട്ടാണ് പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിപ്പോർട്ടിൽ ഇന്ത്യൻ യുവാക്കളുടെ സ്ഥാനം എത്രയെന്നാണ്? അത് 60 ആണ് കേട്ടോ. എന്താണ്? ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 60 ആണ്. എന്തിനാണ്? യുവാക്കളുടെ മെന്റൽ ഹെൽത്തിനെ അടിസ്ഥാനമാക്കിയിട്ട് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 60 ആണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു റിപ്പോർട്ടിൽ 18 മുതൽ 34 വരെയുള്ള വയസ്സ് പ്രായമുള്ള യുവാക്കൾ, അതായത് യൂത്ത് ആയിട്ട് കണക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഈ ഒരു പ്രായത്തിനിടയിലുള്ള വ്യക്തികളുടെ മെന്റൽ ഹെൽത്തിനെ അടിസ്ഥാനമാക്കിയിട്ട് ഇന്ത്യയുടെ സ്ഥാനം 60 ആണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അതേപോലെ 55+ വരുന്ന ആളുകളുടെ മെന്റൽ ഹെൽത്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇന്ത്യയുടെ സ്ഥാനം 49 ആണ് കേട്ടോ. 49 ആണ്. അപ്പോൾ 2 കാറ്റഗറികളിലായിട്ടാണ് ഈ ഒരു ഗ്ലോബൽ മൈൻഡ് ഹെൽത്ത് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. അത് ആദ്യം നമ്മൾ നോക്കിയത് എന്താണ്? യുവാക്കളുടെയാണ്. അതായത് 18 മുതൽ 34 വരെയുള്ള യുവാക്കളുടെ മെന്റൽ ഹെൽത്ത് അടിസ്ഥാനമാക്കിയിട്ട് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 60 ആണ്. അപ്പോൾ ഈ ഒരു 60ാം സ്ഥാനത്ത് ഇന്ത്യക്കൊപ്പം അഫ്ഗാനിസ്ഥാൻ ഉണ്ട്, അതേപോലെ ഓസ്ട്രിയയുണ്ട്, റഷ്യയുണ്ട്, ബൊളീവിയയുണ്ട്. അപ്പോൾ ഈ ഒരു 4 രാജ്യങ്ങളും ഇന്ത്യയും എന്താണ്? 60ാം സ്ഥാനത്താണുള്ളത്. ഇനി ഈ ഒരു യുവാക്കളുടെ മെന്റൽ ഹെൽത്തിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം ഘാനയാണ് കേട്ടോ. ഒരു ഘാനയാണ് 1ാം സ്ഥാനത്തുള്ളത്. 2ാം സ്ഥാനത്തുള്ളത് നൈജീരിയയാണ്. 3ാം സ്ഥാനത്തുള്ളത് കെനിയയാണ്. ഇനി നമ്മൾ പറഞ്ഞു എന്താണ്? 55+ എന്താണ്? 55+ വരുന്നവരുടെ മെന്റൽ ഹെൽത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 49ാം സ്ഥാനത്താണ് ഇന്ത്യ വരുന്നത്. ഇനി ഈ ഒരു 55+ വരുന്നവരുടെ മെന്റൽ ഹെൽത്തിൽ 1ാം സ്ഥാനത്ത് വരുന്ന രാജ്യം ഏതാണ്? അത് ഇന്തോനേഷ്യയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും പോയിന്റുകൾ ഈ ഒരു റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഓർത്തു വെക്കുക. ഇനി ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടത് ആരാണെന്ന് കൂടി ഓർത്തു വെക്കുക. സാപ്പിയൻ ലാബ്സ് ആണ് എന്താണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടത്. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് HIV അതേപോലെ സിഫിലിസ് എന്നിവ പകരുന്നത് ഇല്ലാതാക്കിയ യൂറോപ്യൻ യൂണിയനിലെ ആദ്യ രാജ്യം ഏതെന്നാണ്? ഓർത്തു വെക്കുക, ഡെൻമാർക്ക് ആണ് കേട്ടോ. ഡെൻമാർക്ക് ആണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. ഏതൊക്കെ രോഗങ്ങളാണ്? HIV അതേപോലെ എന്താണ്? സിഫിലിസ് എന്നിവ പകരുന്നത് ഇല്ലാതാക്കിയ യൂറോപ്യൻ യൂണിയനിലെ ആദ്യ രാജ്യമാണ് ഡെൻമാർക്ക്. അപ്പോൾ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് പകരുന്ന 2 രോഗങ്ങളാണ് എന്താണ്? HIV അതേപോലെ എന്താണ്? സിലിഫിസ് എന്നിവ. അപ്പോൾ ഈ 2 രോഗങ്ങൾ എന്താണ്? ഈ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് പകരുന്നത് ഇല്ലാതാക്കിയിട്ടുള്ള യൂറോപ്യൻ യൂണിയനിലെ ആദ്യ രാജ്യമായിട്ട് മാറിയിരിക്കുകയാണ് ഡെൻമാർക്ക്. അപ്പോൾ 2025 ജൂണിൽ റീജിയണൽ വാലിഡേഷൻ കമ്മിറ്റിയും അതേപോലെ തന്നെ 2025 ഓഗസ്റ്റിൽ ഗ്ലോബൽ വാലിഡേഷൻ അഡ്വൈസറി കമ്മിറ്റി നടത്തിയ വിലയിരുത്തലുകളെ അടിസ്ഥാനമാക്കിയിട്ടാണ് എന്താണ് ഈ ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു രോഗങ്ങൾ ഇല്ലാതാക്കിയിട്ടുള്ള യൂറോപ്യൻ, അതായത് ഈ 2 രോഗങ്ങളും അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് പകരുന്നത് ഇല്ലാതാക്കിയിരിക്കുന്ന യൂറോപ്യൻ യൂണിയനിലെ ആദ്യ രാജ്യമായിട്ട് മാറിയത് ഡെൻമാർക്കാണ്. ഇനി വരുന്ന ബിപ്കോ LDC എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റ് അക്കാദമി ഒരു സ്പെഷ്യൽ റെക്കോർഡ് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് 200-ലധികം മണിക്കൂറുകളാണ് ലഭ്യമാവുന്നത്. ടോപ്പിക് വൈസ് എക്സാമും മോഡൽ എക്സാമും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ കറണ്ട് ക്ലാസ്സുകളും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കോഴ്സിന്റെ പ്രൈസ് വരുന്നത് 2999 രൂപയാണ്. എന്നാൽ നിങ്ങൾക്കിപ്പോൾ 1499 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയുന്നതാണ്. കുറച്ച് നാളുകൾക്ക് മാത്രമാണ് ഈ ഒരു ഓഫർ ലഭ്യമാവുന്നത്. ഇനി ഈ ഒരു വീഡിയോസും നോട്ട്സും ക്ലാസ്സും എല്ലാം നിങ്ങൾക്ക് എന്താണ് കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്ത് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് മെന്റർ സപ്പോർട്ടും ഇതിലൂടെ ലഭ്യമാവുന്നതാണ്. ക്ലാസ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ തന്നിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ നെറ്റ് സീറോ പഞ്ചായത്ത് ഏതെന്നാണ്? അപ്പോൾ ഓർത്തു വെക്കുക, ബേല ഓർത്തു വെക്കുക, ബേല ഗ്രാമപഞ്ചായത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ നെറ്റ് സീറോ പഞ്ചായത്തായിട്ട് മാറിയിരിക്കുന്നത്. അപ്പോൾ മഹാരാഷ്ട്രയിലാണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക. മഹാരാഷ്ട്രയിലെ ഭണ്ഡാര ജില്ലയിലെ ബേല ഗ്രാമപഞ്ചായത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ നെറ്റ് സീറോ പഞ്ചായത്തായിട്ട് മാറിയിരിക്കുന്നത്. അപ്പോൾ അവിടെയുള്ള ഈ ഒരു ക്ലൈമറ്റിനെ സംരക്ഷിക്കുന്ന കാലാവസ്ഥ
സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഒരു ഗ്രാമപഞ്ചായത്തിന് എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ നെറ്റ് സീറോ പഞ്ചായത്ത് ആയി മാറാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഏത് സംസ്ഥാനത്താണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് പ്രത്യേക നോട്ട് ചെയ്യുക. മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിലെ ബേല ഗ്രാമപഞ്ചായത്താണെന്നാണ് ഇന്ത്യയിലെ ആദ്യത്തെ നെറ്റ് സീറോ പഞ്ചായത്തായി മാറിയിരിക്കുന്നത്. അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ്. 2025-26 രഞ്ജി ട്രോഫി കിരീടം നേടിയത് ആരെന്നാണ്. അപ്പോൾ ഓർത്ത് വെക്കാം, ജമ്മു ആൻഡ് കാശ്മീർ ആണ് 2025-26 രഞ്ജി ട്രോഫി കിരീടം നേടിയിരിക്കുന്നത്. അപ്പോൾ ഫൈനലിൽ ആരെയാണ് പരാജയപ്പെടുത്തിയത്? കർണാടകയാണെന്നാണ് പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഓർത്ത് വെക്കുക, ജമ്മു ആൻഡ് കാശ്മീർ നേടുന്ന ആദ്യത്തെ കിരീടം കൂടിയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് എന്താണ് ജമ്മു ആൻഡ് കാശ്മീർ രഞ്ജി ട്രോഫി നേടുന്നത്. അപ്പോൾ അത് ഏത് വർഷമാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. 2025-26 രഞ്ജി ട്രോഫിയാണ് നേടിയിരിക്കുന്നത്. അപ്പോൾ ഏത് ടീമാണ് വിജയിച്ചത്? ജമ്മു ആൻഡ് കാശ്മീർ ആണ്. കർണാടകയാണ് ഫൈനലിൽ തോൽപ്പിച്ചത്. ഇനി ഒരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 2026 മാർച്ചിൽ അന്തരിച്ച ഇറാനിയൻ പരമോന്നത നേതാവ് ആരെന്നാണ്. ഓർത്തു വെക്കുക, ആയത്തുള്ള അലി ഖമേനിയാണ്. ആരാണ്? ആയത്തുള്ള അലി ഖമേനിയാണ്. അപ്പോൾ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ്. അദ്ദേഹം എന്താണ്? ഇറാനിയൻ പരമോന്നത നേതാവാണ്. ഇറാന്റെ പരമോന്നത നേതാവായിരുന്നു ആരാണ്? ആയത്തുള്ള അലി ഖമേനി. അപ്പോൾ അദ്ദേഹം അന്തരിച്ചത് എങ്ങനെയാണെന്ന് കൂടി ഓർത്തു വെക്കുക. അദ്ദേഹം കൊല്ലപ്പെട്ടതാണ്. US അതേപോലെ ഇസ്രായേലും സംയുക്തമായിട്ട് നടത്തിയ വ്യോമ ആക്രമണത്തിൽ, ഇറാനിനെതിരെയായിട്ട് നടത്തിയ വ്യോമ ആക്രമണത്തിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. അപ്പോൾ ഇറാനിന്റെ സൈനിക കേന്ദ്രങ്ങളും അതേപോലെ സർക്കാർ ഓഫീസുകളും ലക്ഷ്യമാക്കിയിട്ട് നടത്തിയിട്ടുള്ള ഈ ഒരു വ്യോമ ആക്രമണത്തിൽ അദ്ദേഹം മാത്രമല്ല പല ഇറാനിന്റെ നേതാവ് തലത്തിലിരിക്കുന്ന അല്ലെങ്കിൽ സൈനിക മേധാവികൾ ഉൾപ്പെടെ പലരും മരിച്ചിട്ടുണ്ട്. മാത്രമല്ല നിരവധി ജനങ്ങളും സാധാരണ ജനങ്ങളും ഈ ഒരു ആക്രമണത്തിൽ ഇരയായിട്ടുണ്ട്. അതേപോലെ ഇറാനിന്റെ പ്രതിരോധ കൗൺസിൽ ലക്ഷ്യമാക്കി നടത്തിയ വ്യോമ ആക്രമണത്തിൽ അവിടെയുള്ള അവരുടെ അതായത് ഇറാനിന്റെ സൈനിക മേധാവിയും അതേപോലെ പ്രതിരോധ മന്ത്രിയും കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെതിരായിട്ട് ഇറാൻ ഇപ്പോഴെന്താണ് പശ്ചിമ ഏഷ്യയിലെ US സൈനിക താവളങ്ങൾ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ആക്രമണങ്ങൾ തുറന്നുവിട്ടിരിക്കുകയാണ്. ഇപ്പോഴൊരു സംഘർഷാവസ്ഥ സൃഷ്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഓർത്തു വെക്കുക. 2026 മാർച്ചിൽ അന്തരിച്ച ഇറാനിയൻ പരമോന്നത നേതാവാരാണ്? ആയത്തുള്ള അലി ഖമേനിയാണ്. ഇനി വരുന്ന ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റ് അക്കാദമിയുടെ ഡിഗ്രി ലെവൽ റാങ്ക് ഫെയിലുകൾ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. അപ്പോൾ 3 മോഡലുകളായിട്ടാണ് ഈ ഒരു റാങ്ക് ഫെയിലുകൾ നിങ്ങൾക്ക് ലഭ്യമാവുന്നത്. SCERT NCERT പാഠഭാഗങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഉടൻ തന്നെ ഈ ബുക്കുകൾ വാങ്ങുക. നമുക്ക് PSC അതായത് ഡിഗ്രി ലെവൽ PSC എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള കൺഫർമേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺഫർമേഷൻ കഴിയുന്നതിന് മുമ്പ്, ഡേറ്റ് കഴിയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ എല്ലാവരും കൺഫർമേഷൻ മറക്കാതെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതിനുശേഷം നല്ല രീതിയിൽ പഠിക്കുക, നല്ല രീതിയിൽ മനസ്സിൽ ഉറപ്പിച്ച് വെച്ച് പഠിക്കുക. ഈ ഒരു ഡിഗ്രി ലെവൽ റാങ്ക് ഫെയിലുകൾ സ്വന്തമാക്കുക. റാങ്ക് ഫെയിലുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ തന്നിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു. കേരള സംസ്ഥാന പോലീസ് മേധാവി ആരെന്നാണ്? റവാഡ ചന്ദ്രശേഖർ ആണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കാലാവധി 1 വർഷത്തേക്ക് കൂടി നീട്ടിയിരിക്കുകയാണ്. 2027 ജൂൺ 30 വരെയാണ് അദ്ദേഹത്തിന്റെ കാലാവധി. അതിനുശേഷം നമ്മൾ നോക്കിയത് അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച കനേഡിയൻ പ്രധാനമന്ത്രി ആരെന്നാണ്? മാർക്ക് കാർണിയാണ്. അപ്പോൾ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം എന്താണ് കൂടുതൽ ദൃഢമാക്കുന്നതിന്, വ്യാപാര ബന്ധങ്ങൾ ഇരട്ടിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു സന്ദർശനം. പിന്നീട് നമ്മൾ നോക്കിയത് നീതി ആയോഗിന് കീഴിലുള്ള അടൽ ഇന്നോവേഷൻ മിഷൻ ഇന്ത്യയുടെ ആദ്യത്തെ സംസ്ഥാന ഇന്നോവേഷൻ മിഷൻ സ്റ്റേറ്റ് ഇന്നോവേഷൻ മിഷൻ ആരംഭിച്ചിരിക്കുന്നത് എവിടെയെന്നാണ്? അത് ത്രിപുരയിലാണ് ആരംഭിച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അടുത്തിടെ വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ പ്രസിഡന്റ് സ്ഥാനവും അതേപോലെ CEO സ്ഥാനവും രാജിവെച്ച വ്യക്തി ആരെന്നാണ്? ബോർജ് ബ്രെൻഡയാണ്. ആ കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ എന്താണ്? വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ പ്രസിഡന്റ് സ്ഥാനവും CEO സ്ഥാനവും അദ്ദേഹം രാജിവെച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചർച്ച ചെയ്തത് ഒരു റിപ്പോർട്ടായിരുന്നു, ഗ്ലോബൽ മൈൻഡ് ഹെൽത്ത് റിപ്പോർട്ട് 2025 ആണ്. അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് പ്രകാരം ഇന്ത്യൻ യുവാക്കളുടെ സ്ഥാനം എത്രയാണെന്നാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ 60 ആണ്. എന്താണ്? ഇന്ത്യൻ യുവാക്കളുടെ സ്ഥാനമാണ് നോക്കിയത്. അപ്പോൾ അത് 60ാം സ്ഥാനത്താണ് വന്നിട്ടുള്ളത്. 18 മുതൽ 34 വരെയുള്ള പ്രായമാണ് എന്താണ് യുവാക്കളുടെ സ്ഥാനത്ത് കണക്കാക്കിയിരിക്കുന്നത്. അതിൽ ഇന്ത്യയുടെ സ്ഥാനം 60 ആണ്. ഇനി 55+ വരുന്നവരുടെ മെന്റൽ ഹെൽത്ത് അടിസ്ഥാനമാക്കിയിട്ടുള്ള റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം 49 ആണ്. പിന്നീട് നമ്മൾ നോക്കിയത് അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് HIV അതേപോലെ സിഫിലിസ് എന്നിവ പകരുന്നത് ഇല്ലാതാക്കിയ യൂറോപ്യൻ യൂണിയനിലെ ആദ്യ രാജ്യം ഏതാണ്? ഡെൻമാർക്കാണ്. അപ്പോൾ ഓർത്ത് വെക്കുക, എന്താണ്? ഏത് രാജ്യമാണ്? ഡെൻമാർക്കാണ് അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് പകരുന്ന ഈ രോഗങ്ങൾ ഇല്ലാതാക്കിയ യൂറോപ്യൻ യൂണിയനിലെ ആദ്യ രാജ്യമായിട്ട് മാറിയിരിക്കുന്നത്. പിന്നീട് നമ്മൾ നോക്കിയത് ഇന്ത്യയിലെ ആദ്യത്തെ നെറ്റ് സീറോ പഞ്ചായത്ത് ഏതെന്നാണ്. അപ്പോൾ ഓർത്ത് വെക്കുക, ബേല ഗ്രാമപഞ്ചായത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ നെറ്റ് സീറോ പഞ്ചായത്തായിട്ട് മാറിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് 2025-26 രഞ്ജി ട്രോഫി കിരീടം നേടിയത് ആരെന്നാണ്? ജമ്മു ആൻഡ് കാശ്മീർ ആണ് ഈ ഒരു കിരീടം നേടിയിരിക്കുന്നത്. അപ്പോൾ ഫൈനലിൽ കർണാടകയാണ് തോൽപ്പിച്ചിരിക്കുന്നത്. രഞ്ജി ട്രോഫിയിൽ ആദ്യമായിട്ടാണ് ജമ്മു കാശ്മീർ വിജയിക്കുന്നത്. അതിന് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് ഒരു വിയോഗമായിരുന്നു. 2026 മാർച്ചിൽ അന്തരിച്ച ഇറാനിയൻ പരമോന്നത നേതാവ് ആരെന്നാണ്? ആയത്തുള്ള അലി ഖമേനിയാണ്. അപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് കൊല്ലപ്പെട്ടതെന്ന് നമ്മൾ പറഞ്ഞു. എന്താണ്? ഇസ്രായേലും അതേപോലെ തന്നെ US സംയുക്തമായിട്ട് ഇറാനെതിരെ നടത്തിയിട്ടുള്ള വ്യോമ ആക്രമണത്തിലൂടെയാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്.
കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. ആദ്യത്തെ ചോദ്യം ഇതാണ്: ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിതമായത് എവിടെയെന്നാണ്? ഓപ്ഷൻ എ മാനന്തവാടി, ഓപ്ഷൻ ബി ബ്രഹ്മപുരം, ഓപ്ഷൻ സി കഞ്ചിക്കോട്, ഓപ്ഷൻ ഡി തൊടുപുഴ. അടുത്ത ചോദ്യം ഇതാണ്: ഐക്യരാഷ്ട്രസഭയുടെ സീറോ വേസ്റ്റ് സിറ്റി പട്ടികയിൽ അടുത്തിടെ ഇടം നേടിയ കേരളത്തിലെ മുനിസിപ്പാലിറ്റി ഏതെന്നാണ്? ഓപ്ഷൻ എ ഗുരുവായൂർ മുനിസിപ്പാലിറ്റി, ഓപ്ഷൻ ബി നെടുമങ്ങാട് മുനിസിപ്പാലിറ്റി, ഓപ്ഷൻ സി ഷൊർണൂർ മുനിസിപ്പാലിറ്റി, ഓപ്ഷൻ ഡി വർക്കല മുനിസിപ്പാലിറ്റി. ശരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: റോബ് ജെറ്റൻ ഏത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായാണ് നിയമിതനായത്? അപ്പോൾ ശരിയുത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരിയുത്തരം, നെതർലൻഡ്സ് ആണ്. അപ്പോൾ നെതർലൻഡ്സിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി കൂടിയാണ് ആരാണ്? റോബ് ജെറ്റൻ എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു: ഇന്ത്യയിലെ ഏറ്റവും വലിയ സംയോജിത ലിഥിയം അയൺ ബാറ്ററി ഗിഗാ ഫാക്ടറി നിലവിൽ വരുന്നത് എവിടെയെന്നായിരുന്നു ചോദ്യം. ശരിയുത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്, ആന്ധ്രാപ്രദേശിലാണ് ഇത്തരത്തിലൊരു ഗിഗാ ഫാക്ടറി നിലവിൽ വരുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.